എന്നിട്ട് ഇവള് കെട്ടിയോനെ കാണാതെ പിൻവശത്തുകൂടെ ആ ക്ലിഫിന്റെ മണ്ടയിലേക്ക് വരികയാണ്. ഹീറോയും അതേപോലെ അവള് സഞ്ചരിച്ച വഴിയിലൂടെ ഈ ക്ലിഫിന്റെ മണ്ടയിലേക്ക് വന്ന് മോണിറ്റർ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് 138. സോ ഇവിടേക്ക് തന്നെയാണ് അവൾ ആ മൊബൈൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് പുറപ്പായി. അവളുടെ കൈ പരുക്കനായിരുന്നതിന്റെ കാരണം ഇതാണ്. ഈ ക്ലിഫിന്റെ മണ്ടയിലേക്ക് കയറിയതാണ്. അന്ന് പുറകിലൂടെ ഓടി വന്ന് ഭർത്താവിനെ അവള് തള്ളിയിട്ടു. അങ്ങനെയാണ് കയ്യിൽ മുറിവുണ്ടാകുന്നതും പുള്ളിക്കാരന്റെ കയ്യിൽ അടിയന്നെ ഉണ്ടാകുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോ നേരെ അവളുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് അവളോട് പറയും, അയാൾ നിന്നെ ഉപദ്രവിക്കുമ്പോൾ തന്നെ നീ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യായിരുന്നില്ലേ? എന്തിനാണ് അയാൾ ഇല്ലാതാക്കിയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എനിക്കെല്ലാം മനസ്സിലായി. നീ എന്നെ പറ്റിക്കുകയായിരുന്നു. ഇത് കേട്ട് ഹീറോയും പറയും, ഞാൻ പോലീസിനെ അറിയിച്ചാൽ അയാൾ എന്നെ തിരിച്ച് ചൈനയിലേക്ക് പറഞ്ഞുവിടും എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുമായിരുന്നു. കാരണം അയാളുടെ ദയവ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കഴിഞ്ഞു പോയിരുന്നത്. ആ ത്രെറ്റ് ലെറ്റേഴ്സ് അയച്ചത് മറ്റാരുമല്ല, ഇവൾ ഭാര്യ തന്നെയാണ്. അതിലെ സംഭവം വാസ്തവമാണെങ്കിലും മറ്റാരുമല്ല അയച്ചത്, ഇവള് തന്നെയാണ്. പിന്നെ അയാൾ എഴുതുന്ന പോലെ ഒരു സൂയിസൈഡ് നോട്ട് ഇവളെ കമ്പനിക്ക് അയച്ചിരുന്നു. അയാൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ലെറ്റർ ഫോർജ് ചെയ്തിട്ടാണ് ഇവള് കമ്പനിയിലേക്ക് മാറ്റി അയച്ചത്. അതേപോലെ കൂട്ടുകാരൻ പോലീസ് വന്ന് ഇവളുടെ വീട്ടിൽ കച്ചറുണ്ടാക്കിയില്ലേ? സത്യത്തിൽ അയാള് വീട് അലങ്കോലമാക്കിയിട്ടില്ല, ചീത്ത പറഞ്ഞ് കിടന്നുറങ്ങായിരുന്നു. ഇവള് തന്നെയാണ് അതെല്ലാം അലങ്കോലാക്കിയത്. ഒരു വലിയ പ്ലേ നടത്തിയതാ ഹീറോയുടെ അനുഭാവം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, ആ കേസിൽ നിന്ന് അവനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട്. ഹീറോ കളക്ട് ചെയ്തിരുന്ന എവിഡൻസ് എല്ലാം അവൾ കത്തിച്ചു കളയും ചെയ്തു, ഹീറോയുടെ അനുവാദപൂർവ്വം. ഇപ്പൊ ഹീറോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും അവൾ റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട്. നീ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോ സങ്കടപ്പെടുമ്പോൾ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, സംഭവിച്ചതെല്ലാം ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ, പക്ഷേ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷമെല്ലാം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ ഞാൻ സന്തോഷവതിയായിരുന്നു. എന്റെ സ്നേഹത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല. ഇത് കേട്ട ഹീറോ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ്, ഞാനൊരു പ്രൗഡ് പോലീസുകാരനാണെന്ന് നീ പറയുമല്ലോ, അഭിമാനമുള്ളവനാണ്, സത്യസന്ധമുള്ളവനാണെന്ന് നീ പറയുമല്ലോ, പക്ഷേ ഒരു പെണ്ണിന് വേണ്ടി ഞാൻ സ്വാർത്ഥനായി, വലിയ തെറ്റുകാരനായി, ദുഷ്ടനായി ഞാൻ എന്നെ സ്വയം വഞ്ചിച്ചു. എന്റെ ഇൻവെസ്റ്റിഗേഷൻ നശിപ്പിച്ചു. ഇപ്പൊ ഞാൻ ഉടഞ്ഞിരിക്കുക, പൂർണ്ണമായി തകർന്നിരിക്കുക. ഇനി എനിക്കൊരു നല്ല മനുഷ്യനാവാൻ കഴിയില്ല. എല്ലാം നശിച്ചു. ഞാൻ എന്നെ സ്വയം നശിപ്പിച്ചു. ഇതിൽ നിന്ന് കരകയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇനി ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മൂമ്മയ്ക്ക് ഞാനൊരു പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. ഈ മൊബൈൽ നീ എവിടേക്കെങ്കിലും വലിച്ചെറിഞ്ഞോ, ഏത് കടലിലേക്കെങ്കിലും വലിച്ചെറിഞ്ഞോ, ആരും അത് കണ്ടുപിടിക്കേണ്ട. ഇനി നമ്മൾ തമ്മിൽ കാണുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അതായത് ശരിക്കും ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഹീറോ അവളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ദേഷ്യപ്പെട്ട് പറഞ്ഞതെല്ലാം, ഹീറോ പറഞ്ഞതെല്ലാം അവൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ യഥാർത്ഥ മീനിങ് അവൾ ചൈനീസിൽ നോക്കുകയാണ്. ഇത് കണ്ട് അവൾ കരയാൻ തുടങ്ങും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹീറോയും ഭാര്യയും കൂടെ ചേർന്ന് ഏതോ ഒരു ഡോക്ടറെ കാണാൻ വന്നിരിക്കുക. ഇപ്പൊ വീണ്ടും ഹീറോയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല. അതിന് പുള്ളിക്കാരൻ ചില വിദ്യകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ പോസ്റ്റിംഗ് തന്റെ ഗ്രാമത്തിലേക്ക് വാങ്ങിച്ച് അവിടെ വന്ന് ഭാര്യയോടൊപ്പമാണ് ജീവിക്കുന്നത്. എന്നാൽ ഹീറോ ഹാപ്പിയല്ല. ഹീറോ ഹാപ്പി ആവണമെങ്കിൽ കൊലപാതകവും വയലൻസും ബ്ലഡും ഒക്കെ കാണണ്ടേ? നിങ്ങൾ ചെന്ന് അതെന്നെ കണ്ടോ? ഇങ്ങനെ ഇവിടെ സങ്കടപ്പെട്ടിരിക്കണ്ട എന്നും പറഞ്ഞ് ഭാര്യ ദേഷ്യപ്പെടുക. ഹീറോ ഭാര്യയെ സമാധാനിപ്പിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ചൈന പെൺകുട്ടിയെ ഏതോ ഒരുവൻ പൊതിരെ തല്ലുന്നുണ്ട്. സംഭവം ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് അവൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കൂട്ടിനായിട്ടും പുള്ളിക്കാരി മറ്റാരെയോ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ വിവാഹം കഴിച്ചവൻ ഒരു ഫ്രോഡാ, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രോഡ്. പുള്ളിക്കാരന്റെ കമ്പനിയിലേക്ക് പണം ഇട്ട ഏതോ ഒരു മനുഷ്യൻ തിരിച്ച് പണം ചോദിക്കുമ്പോൾ ആൾ എസ്കേപ്പായി, പറ്റിച്ചു. അതുകൊണ്ട് പുള്ളിക്കാരനെ തേടി വന്ന ആ മനുഷ്യൻ ഭാര്യയായ ഹീറോയിനെ ഇട്ട് പൊതിരെ തല്ലാണ്. ഈ പണം ഇട്ട പുള്ളിയുടെ അമ്മയാണ് പണം ഇട്ടത്. അമ്മ ഇപ്പൊ സുഖമില്ലാതെ ആശുപത്രി കിടക്കുക. ആ പണം എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് വാന്നും പറഞ്ഞ് മകനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവളെ കുറെ തല്ലിക്കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ കെട്ടിയോനെ ഞാൻ കണ്ടുപിടിച്ച് കൊന്നുകളയും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ ഇപ്പൊ താമസിക്കുന്ന സിറ്റിയിൽ കുറച്ച് നക്ഷത്ര ആമകളെ കാണാതായി. അതിനെ ഏതോ പിള്ളേര് കട്ടുകൊണ്ടുപോയിരിക്കുകയാണ്. നല്ല വിലയുള്ള ആമയാ. അത് കഴിച്ചാല് മിഡിൽ ഏജ് ആണുങ്ങൾക്ക് ഉള്ള ഡിപ്രഷനൊക്കെ പോകത്രേ. അതും പറഞ്ഞത് നല്ല വിലയാ. അതിനെയാണ് ഈ പിള്ളേര് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഹീറോ ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഈ നേരത്ത് നമ്മുടെ ചൈനക്കാരിയുടെ പുതിയ കെട്ടിയോനല്ലേ, അവൻ ഒളിവിലാണ്. അവൻ അന്വേഷിച്ച് കടങ്കാര് വന്നു എന്നറിയുമ്പോൾ നമുക്ക് ഈ നാടും വിട്ടു പോകാം, ഇവിടെയും ശരിയല്ല, ആരെങ്കിലും വരും, ഏത് സ്ഥലത്തേക്കാ പോവുക, നല്ലൊരു സ്ഥലം പറയാനും പറഞ്ഞ് ഹീറോയിനോട് ചോദിക്കുക. അവളൊരു സ്ഥലം പറയും. അങ്ങനെ ഇവർ ആ സ്ഥലത്തേക്ക് പോവാണ്. സ്ഥലം മറ്റെവിടെയല്ല, ഹീറോ താമസിക്കുന്ന ആ ഗ്രാമം തന്നെയാ. ഇവള് ഹീറോനെ അറിയാതെ ആ നാട്ടിലേക്ക് വന്ന് 1-2 ദിവസം അവനെ വാച്ച് ചെയ്യുന്നുണ്ട്. കാണുന്ന സംഭവങ്ങളെല്ലാം തന്റെ വോയിസ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് ഹീറോയും ഭാര്യയും മാർക്കറ്റിൽ മീൻ വാങ്ങുന്ന സമയത്ത് അവൾ തന്റെ പുതിയ കെട്ടിയോനെയും വിളിച്ചുകൊണ്ട് വരുന്നു. ഇവളെ കണ്ട ഉടനെ ഹീറോ, നീ എന്താ ഇവിടെ, നീ എന്തന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട ഭാര്യ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ചൈനക്കാരി പറയും, അതെ, എന്നെ ഒരു കേസിൽപ്പെട്ട് നിങ്ങളുടെ ഭർത്താവ് സംശയിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന്. ഇത് കഴിഞ്ഞാൽ പുതിയ ഭർത്താവിനെ ഒരു പരിചയപ്പെടും. പുള്ളിക്കാരൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അത്യാവശ്യം പേരെടുത്ത ഒരാളാണ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് കാമുകിയെ കാണുമ്പോൾ ഹീറോ സന്തോഷിക്കുന്നുണ്ട്. അവളെ വസ്ത്രങ്ങളെല്ലാം അവൻ നിരീക്ഷിക്കുന്നുണ്ടാവും. അവൾ തിരിച്ചു. എന്നാൽ ഹീറോയുടെ ഭാര്യ അന്ന് വൈകിട്ട്
ഹീറോയുടെ ആക്ടിവിറ്റിയിൽ എന്തൊക്കെയോ സംശയങ്ങളുള്ളതുകൊണ്ട് ആ പെണ്ണ് ആരാണ്, അവളെ എന്ത് കേസിലാണ് നിങ്ങൾ സംശയിച്ചത് എന്ന് ചോദിക്കുക. ഹീറോ ഭർത്താവ് മരിച്ച കേസിലാണെന്ന് പറയും. അപ്പോൾ ഭാര്യ, നിങ്ങൾ നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഒരു ചൈനീസ് ഹസ്ബൻഡിനെ സംശയിക്കുന്നു, ഭാര്യ മരിച്ചു എന്നാണല്ലോ പറഞ്ഞത്, ഇതേത് കേസാണെന്ന് ചോദിക്കുക. ഹീറോ പറയും ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കേസാണെന്ന്. എന്തായാലും പുള്ളി എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി. പിറ്റേന്ന് ഹീറോയുടെ മൊബൈലിലേക്ക് ഒരു കോള് വരുന്നു. ഭാര്യയാണ് കോൾ എടുക്കുന്നത്. ചോദിക്കുമ്പം ആ വില്ലേജിൽ ഒരു മേർഡർ സംഭവിച്ചിരിക്കുന്നു. ഹീറോ എത്രയും പെട്ടെന്ന് പോകണം. പോയി നോക്കുമ്പോൾ വലിയൊരു വില്ലയാണ്. ഈ വില്ലയിലാണ് ഒരാളെ 17 തവണ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിലാണ് ബോഡി കിടക്കുക. എന്നാൽ ആ പൂളിൽ വാട്ടർ ഇല്ല. ഇതിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം, നമ്മുടെ ഹീറോയിന്റെ 2ാം ഭർത്താവാണ് ഇപ്പൊ മരണപ്പെട്ടിരിക്കുന്നത്. ഇയാളെ കുത്തിയ മുറിപ്പാട് വെച്ച് കൊന്നത് ഇടം കയ്യനാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ഇനി ഭാര്യ എവിടെയാണെന്ന് നോക്കുക. ഭാര്യ തൊട്ടടുത്ത് കടലിനരികിലായി നിൽപ്പുണ്ടാവും കരഞ്ഞോണ്ട്. ഹീറോ ഓടിച്ചെന്ന്, നീ ഇതിനാണോട് ഈ വില്ലേജിലേക്ക് വന്ന് ഈ 2ാമത്തവനെയും കൊല്ലാൻ വേണ്ടിയിട്ട്? എന്നാൽ ഇത്തവണ നിനക്ക് രക്ഷയില്ല. ഇത്തവണ ഏത് അലിബയുണ്ടെങ്കിലും നീ ഉറപ്പായിട്ടും കൊടുങ്ങും. എന്താ നിന്റെ വിചാരം എന്ന് ചോദിക്കുക. അവളൊന്നും മിണ്ടില്ല. അത് കഴിഞ്ഞ് ഈ സിറ്റിയിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ട് ഹീറോയ്ക്ക്. ആ അസിസ്റ്റന്റ് പറയും, പോലീസുകാരെ വിളിച്ച് വിവരം അറിയിച്ചത് ഭാര്യ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഭാര്യയെ സംശയിക്കുന്നുണ്ടാവും. അതിന് ഹീറോ പറയാണ്, എനിക്ക് ഇവളെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ട്. ഇവൾ ആദ്യ ഭർത്താവ് മരണപ്പെട്ട കേസ്, അതും ഇതുപോലെയായിരുന്നു. എന്തായാലും ഇതൊന്ന് കാര്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് ഹീറോ ആ പെണ്ണിനോട് പറയുക. അതേ സമയത്തായിരിക്കും ചൈനീസ് കാമുകി അങ്ങോട്ട് വരുന്നത്. അവളെ ഇവർ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു. കൊല നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കവേ അവൾ പറയും അവൾ നടക്കാൻ പോയെന്ന്. പക്ഷെ മൊബൈൽ കൊണ്ടുപോയിട്ടില്ല. മൊബൈൽ വീട്ടിൽ തന്നെ വെച്ച് നിങ്ങൾ നടക്കാൻ പോയോ? എങ്കിൽ അത് പോട്ടെ. ഭർത്താവിനോട് ആർക്കെങ്കിലും വിരോധമുള്ളതായിട്ട് നിങ്ങൾക്കറിയോ? അവൾ പറയും, ഒരുപാട് പേർക്ക് വിരോധമുണ്ട്. പല ഫിനാൻഷ്യൽ കേസുകളിലും ഞങ്ങൾക്ക് പണം ലോസായി. അതുകൊണ്ട് ക്ലയൻസിന് പണം തിരികെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പലർക്കും ദേഷ്യമുണ്ട്. ഇത് കേട്ട ഹീറോ, എന്തിനാണ് നീ എപ്പോഴും ഇങ്ങനെ മോശപ്പെട്ട ആൾക്കാരെ തന്നെ വിവാഹം കഴിക്കുന്നത്? ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? അതിന് അവൾ പറയും, മറ്റൊരാളെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അയാളെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇയാളെ വിവാഹം കഴിച്ചത്. നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നതെന്ന് ചോദിക്കുക ഹീറോ. അത് കഴിഞ്ഞിട്ട് അവൾ പറയും, എല്ലാവരെയും നിന്നും ഒന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പൊ ഹീറോ, നിങ്ങൾ സ്നേഹിച്ചല്ല ഈ ഭർത്താവിനെയും കല്യാണം കഴിച്ചത്. ഈ ഭർത്താവിനും വധഭീഷണിയുണ്ട്. അത് കഴിഞ്ഞ് അയാൾ മരണപ്പെടുന്നു. കഴിഞ്ഞ കേസിൽ അതേപോലെ തന്നെ. ഇതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് കേട്ട് ഹീറോയും പറയും, കഴിഞ്ഞ കേസിൽ ഭർത്താവിൻ്റെത് സൂയിസൈഡ് ആയിരുന്നു, ഇത് കൊലപാതകം. അപ്പൊ ഹീറോ, ഞങ്ങളത് വിശ്വസിക്കണോ? എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്താ പറയുക എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, പാവം പെണ്ണ്, കല്യാണം കഴിച്ചവരെല്ലാം മരിച്ചു പോകുന്നു, അവൾക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടാവില്ലേ? അങ്ങനെയായിരിക്കും ഞാൻ വിചാരിക്കുക. ഇത് കേൾക്കുമ്പം അവിടുത്തെ അസിസ്റ്റന്റ് വരെ ചിരിക്കുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് ഹീറോ പരിസരമുള്ള ആൾക്കാരെ എല്ലാം ചോദ്യം ചെയ്യുന്നു. അപ്പൊ ബ്ലൂ ഡ്രസ് ഇട്ട് ഇവളാ കൊലപാതകം നടക്കുന്ന സമയം പുറത്തൂടെ നടന്നു പോയിട്ടുണ്ട്, ഒരു വാക്കിങ്ങിന് പോയിട്ടുണ്ട്. അത് ഈ അയൽവാസികളെല്ലാം കണ്ടതാണ്. പിന്നെ അവരെടുത്തൊരു ഫോട്ടോയിൽ ഈ പെണ്ണ് പെട്ടിട്ടുണ്ട്. കടലിനരികിൽ എന്തോ കൈ ചൂണ്ടി കാണിക്കുന്ന അവസ്ഥയിൽ അവൾ നിൽക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഹീറോ നേരിട്ട് അവളെ വീട്ടിൽ ചെന്ന് കണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക. അവൾ ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിച്ച്, വേറെന്തിനാണ്, നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് പറയും. അപ്പൊ ഹീറോ, ഞാൻ കാണുമ്പോൾ നീ ഒരു ഗ്രീൻ വസ്ത്രം ധരിച്ചിരുന്നല്ലോ, പിന്നെ അത് ബ്ലൂ ആയിട്ട് മാറും. ആ വസ്ത്രം എവിടെയാണ്? എനിക്കത് കാണണമെന്ന് പറയുക. അപ്പൊ അവള്, നിങ്ങൾ എന്നെ കാര്യമായി ശ്രദ്ധിച്ചിരുന്നല്ലോ, എനിക്കതിൽ സന്തോഷമാണെന്ന് പറയും. ഈ സമയത്താണ് ഹീറോയുടെ ഭാര്യയ്ക്ക് ആ സ്റ്റോക്ക് അനലിസ്റ്റ് ആയ ഈ 2ാം ഭർത്താവ് മരിച്ച പത്രവാർത്ത കിട്ടുന്നത്. നേരത്തെ ഉള്ള ആളും മരിച്ചു, ഇപ്പോൾ ആളും മരിച്ചു. ഇതിൽ അവൾക്ക് സംശയമാവും. ആ നേരത്ത് ഹീറോ പഴയ കാമുകി അവൾ ധരിച്ചിരുന്ന വസ്ത്രം കത്തിച്ചതായിട്ട് മനസ്സിലാക്കുന്നു. എന്തിനാണ് നീ അത് കത്തിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവള് നടത്തം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പം പൂളിൽ തന്റെ ഭർത്താവ് മരണപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. പൂൾ മുഴുവൻ രക്തം. ഈ കൊലപാതകം അറിഞ്ഞ് കേസ് അന്വേഷിക്കാൻ ഉറപ്പായിട്ടും ഹീറോ ആണ് വരിക എന്ന് അവൾക്കറിയാം. ഹീറോയ്ക്ക് രക്തം ഇഷ്ടമല്ല. ആ സ്മെല്ല് കൊണ്ടാൽ അവന് പേടിയാണ്. ബോധം കിടന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഹീറോ അത് കണ്ട് ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതിയിട്ടാണത്രേ അവള് പൂൾ ക്ലീൻ ചെയ്ത് ഭർത്താവിനൊരു പോസിലിരുത്തിയത്. അതേപോലെ ഭർത്താവിന്റെ ശരീരത്തുണ്ടായിരുന്ന ബ്ലഡ് കഴുകിക്കളയുകയും ചെയ്തു. പിന്നെ ഇത് പോലീസ് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി രക്തക്കറ പുരണ്ട തന്റെ വസ്ത്രം കത്തിച്ചു കളയായിരുന്നു. ഇതാണ് ചെയ്തതെന്ന് പറയുമ്പം ഹീറോ വിശ്വസിക്കില്ല. നീ ഇപ്പൊ എവിഡൻസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു, അതെന്നെ കേസാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്നും പറഞ്ഞിട്ട് ഹീറോ അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാണ് ഈ എവിഡൻസ് കത്തിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ പോലീസുകാരോട് പറയും, എന്റെ ഭർത്താവിന്റെ രക്തത്തിൽ പോലീസ് ചവിട്ടി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കത്തിച്ചത്. അവൾക്കെതിരെ കൊലപാതക തെളിവ് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് പോലീസുകാർക്കൊന്നും എതിർത്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ അവളുടെ കയ്യിലെ വാച്ചിൽ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഹീറോ കണ്ടുപിടിക്കും. ആ വാച്ച് വാങ്ങിച്ച് അതിലെ റെക്കോർഡിങ്സ് എല്ലാം പുറത്തെടുക്കാൻ പറയാണ് ഹീറോ. ഇത് കഴിഞ്ഞ് നുണ പരിശോധനയ്ക്കും കൂടെ അവളെ വിധേയയാക്കും. പെട്ടെന്നൊരു തീരുമാനത്തിലെത്താലോ. എന്നാൽ അതിൽ താങ്കൾ ഭർത്താവിനെ കൊന്നോ എന്ന് ചോദിക്കുമ്പം അവൾ ഇല്ലാന്നാ പറയുക. മെഷീൻസും ഇല്ലാന്ന് തന്നെയാണ് കാണിക്കുക. നുണ പരിശോധനയിൽ അവൾ വിജയിച്ചു. ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഹീറോയ്ക്ക് അറിയില്ല.
അപ്പോഴായിരിക്കും അവൾ കിട്ടിയ സ്മാർട്ട് വാച്ചിലുണ്ടായിരുന്ന റെക്കോർഡിങ്സ് അതിന്റെ എല്ലാം ഫയല് ഈ അസിസ്റ്റന്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ഭർത്താവ് മരണപ്പെട്ട സമയത്ത്, കൊലപാതകം ചെയ്യപ്പെട്ട സമയത്ത് ആ വീട്ടിലേക്ക് മറ്റൊരു കാറ് വന്നിട്ടുണ്ടായിരുന്നു. ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് പരിശോധിക്കുമ്പോൾ അത് ഹോസിൻ എന്ന് പറഞ്ഞ ഒരു റൗഡിയുടെ കാറായിരുന്നു. ആ റൗഡി മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിനെ കുതിര തല്ലിയില്ലേ, പുള്ളിക്കാരൻ തന്നെയാണ്. പുള്ളിക്കാരന്റെ അമ്മ മരണപ്പെട്ടു പോയി. ആ അമ്മ കൂട്ടിവെച്ച പണമായിരുന്നു ഈ രണ്ടാം കെട്ടിയവന് കൊടുത്തത്. അവൻ സ്റ്റോക്കിലിട്ട് നശിപ്പിച്ചു. ഇപ്പൊ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ആ അമ്മ മരണപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ വൈരാഗ്യത്തിൽ ഈ ഹോസിൻ തന്നെയാണ് രണ്ടാം കെട്ടിയവനെ കൊന്നത്രേ. പോലീസുകാർ പിടിക്കുമ്പോൾ അയാൾ കുറ്റസമ്മതം നടത്തും. എന്റെ അമ്മ ഇല്ലാതാക്കിയവനെ ഞാൻ ഇല്ലാതാക്കി, അല്ലെങ്കിൽ ഞാൻ ഒരാണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ഈ പോലീസുകാർ ചോദിക്കും, ഹീറോയും പറഞ്ഞിട്ടാണോ ഭാര്യ പറഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്തത്? അങ്ങനെ മറ്റൊരാൾ പറഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെയാണ് അവൻ ഇല്ലാതാക്കിയത്. നേരത്തെ അവൻ ഇല്ലാതാക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. ആ ഭാര്യയെ കൈ കിട്ടിയ സമയത്ത് അവളുടെ ഫോണിൽ ഒരു ട്രാക്കർ ഞാൻ ഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ ഗ്രാമത്തിലേക്ക് വന്നത് ഞാൻ അറിഞ്ഞത്. ഞാൻ തന്നെയാണ് അവൻ ഇല്ലാതാക്കിയെന്ന് അയാൾ പറയും. മാത്രമല്ല പുള്ളി ലെഫ്റ്റ് ഹാൻഡും ആണ്. സോ കൺഫെഷനും കിട്ടി, തെളിവും കിട്ടി, അതിനുള്ള കാരണവും കിട്ടി. ഇപ്പൊ കുറ്റവാളി ഓക്കെ ആയി. എന്നിട്ടും ഹീറോ അപ്സെറ്റ് ആയിരിക്കുന്നത് കണ്ടിട്ട് അസിസ്റ്റന്റ് ചോദിക്കും, കേസ് തെളിഞ്ഞില്ലേ, പിന്നെന്തിനാ നിങ്ങൾ ഡെസ്പായിരിക്കുന്നത്? നിങ്ങൾക്ക് മറ്റാരെങ്കിലും സംശയമുണ്ടോ? ഹീറോ അതിന് ഉത്തരം പറയില്ല. അന്ന് വൈകിട്ട് തന്നെ ഈ നക്ഷത്ര ആമയെ കട്ടുകൊണ്ടുപോയ പിള്ളേരെയും കൂടെ ഹീറോയും അസിസ്റ്റന്റും പിടിക്കുന്നുണ്ട്. അതിലൊരു ആമ ഹീറോയുടെ വിരല് കടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ആമയെ തിരിച്ചു കൊടുത്ത സന്തോഷത്തി ഓണർ കുറച്ച് ഇറച്ചി ഹീറോയ്ക്കും കൊടുത്തുവിടും. ആ ഇറച്ചിയുമായി ഹീറോ വീട്ടിലേക്ക് വരുമ്പം ഭാര്യ, ഈ മരിച്ച ആളില്ലേ, അയാൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഹീറോയുടെ ഭാര്യയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടത്രേ. 1-2 തവണ മിസ് കോൾ ആയിരുന്നു. എന്തിനാണ് നിങ്ങൾ കേസ് അന്വേഷിച്ച ആളുടെ ഭർത്താവ് എന്നെ വിളിക്കുന്നത്? അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. സത്യം പറയൂ, നിങ്ങളും ആ പെണ്ണും ചേർന്നിട്ടാണോ അയാളെ കൊന്നത്? അവളെ കാണുമ്പോഴുള്ള നിങ്ങളുടെ മാറ്റം എനിക്ക് മനസ്സിലാക്കും. സത്യം പറയൂ. ഹീറോ അതിന് മറുപടി പറയുന്നില്ല. എന്തായാലും പുള്ളിക്കാരിയെ ഹീറോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം ഭാര്യയ്ക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹീറോ ഈ മരിച്ച ആളില്ലേ, അയാളൊരു ബർണർ ഫോൺ വെച്ചിട്ടാണ് ഹീറോയുടെ ഭാര്യയെ വിളിച്ചത്. ഇപ്പൊ ആ നമ്പർ കിട്ടി ഹീറോയ്ക്ക്. ആ നമ്പർ വെച്ച് ഇയാൾ മരിച്ച ദിവസം പുള്ളിക്കാരന്റെ മൊബൈൽ എവിടെയായിരുന്നു എന്ന് പരിശോധിക്കാൻ പറയും. ഈ അസിസ്റ്റന്റ് പരിശോധിച്ച് എക്സാക്ട് ലൊക്കേഷൻ വീടിനടുത്തുള്ള കടലിൽ വെള്ളത്തിനടിയിലാണെന്ന് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ ആരോ പുള്ളിക്കാരന്റെ മൊബൈൽ, ആ മരിച്ച ആളുടെ മൊബൈൽ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞാണ്. പഴയ ഫോട്ടോ എന്ന് ഹീറോയ്ക്ക് മനസ്സിലാക്കും. ചൈന ഹീറോയിൻ തന്നെയാണ് തന്റെ രണ്ടാം ഭർത്താവിന്റെ മൊബൈൽ കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. എന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ചെയ്തത്. സോ ഹീറോ ആരെങ്കിലും കൊണ്ട് ആ ഫോൺ കണ്ടുപിടിക്കാൻ പറയുകയാണ്. അത് കഴിഞ്ഞ് ഈ പെണ്ണ് തന്റെ വാച്ചിൽ ചില റെക്കോർഡിങ്സ് ഒക്കെ സേവ് ചെയ്തിട്ടില്ലേ ചൈന ഹീറോയിൻ, അതെല്ലാം ഹീറോ കേട്ടു നോക്കും. അതിലെല്ലാം ഹീറോയോട് സംസാരിക്കുന്നതായിട്ടും ഹീറോയെ പറ്റിയുള്ള വിചാരങ്ങൾ അവൾ പറയുന്നതായിട്ടുമാണ് ഉണ്ടാവുക. ഹീറോയെ അവൾ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. അവൾ ആദ്യം കെട്ടിയ ആളാണെങ്കിലും അവൾ ഉപദ്രവിക്കും, അവൾ ഉപയോഗിക്കും, ഒരു വിലയും നൽകിയിട്ടില്ല. രണ്ടാമത്തെ ആളും അവൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് കൂടെ വെച്ചോണ്ടിരുന്നത്. പിന്നെ നാട്ടുകാരെയും പറ്റിച്ച് ഇവർ ഓരോ സ്ഥലത്തേക്ക് മാറി മാറിപ്പോവും. ഇതൊന്നും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ആകെ കൂടെ അവൾ പരിചയപ്പെട്ടതിൽ ഒരു ഡിഗ്നിറ്റി ഉള്ള ആളെന്ന് പറയാൻ ഹീറോ മാത്രമേ ഉള്ളൂ. എന്നാൽ അവസാനം രണ്ടാം ഭർത്താവും കൂടെ മരിച്ചു എന്ന് മനസ്സിലായപ്പോൾ എല്ലാം കൊണ്ടും ഹീറോ വെറുക്കാൻ പോവാണെന്ന് ഇവള് റെക്കോർഡിങ്സിൽ സേവ് ചെയ്തിരുന്നു. അവൾ എന്താണോ വിചാരിച്ചത് അതന്നെയാണ് ഹീറോ ചെയ്തത്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഹീറോ ആ ഫോണിൽ എന്തായിരുന്നു, നീ എന്തുകൊണ്ടാണ് ആ ഫോൺ വലിച്ചെറിഞ്ഞത്, അതിനകത്ത് എന്തായിരുന്നു എന്നറിയാൻ വേണ്ടി ഇവളെ വിളിച്ച് ചോദിക്കുക. അവളുടെ വീട്ടിലേക്കും പോകുന്നുണ്ട്. അവൾ പറയും, ഞാൻ വീട്ടിലില്ല, ഞാൻ ഹോമി മൗണ്ടെയിനിലേക്ക് പോവുക. അത് അവളുടെ മുത്തശ്ശൻ്റെ മൗണ്ടെയിനാ. ആ ഫോണിൽ എന്താണെന്ന് നീ അറിയണ്ട, എൻ്റെ കൂടെ മൗണ്ടെയിനിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വായോന്നും പറഞ്ഞിട്ട് ഇവള് പോവും. ഹീറോ പുറകെ തന്നെ അവളോടൊപ്പം ആ മൗണ്ടെയിനിലേക്ക് പോകുന്നു. താൻ സ്നേഹിക്കുന്ന ആളെ ഈ മൗണ്ടെയിനിലേക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന് അവൾ അപ്പൂപ്പനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിരുന്നു അത്രേ. അതുകൊണ്ടാണ് പുള്ളിക്കാരനെ വിളിച്ചു കൊണ്ടുപോണേ എന്ന് പറയും. പിന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ ഞാൻ എന്തിന് ഇങ്ങനെയുള്ള ആണുങ്ങളെ കല്യാണം കഴിച്ചു? അതിനുള്ള ഉത്തരം, നിങ്ങളെപ്പോലുള്ള ജെന്യൂൻ ആയിട്ടുള്ള ആണുങ്ങൾ എന്നെ കല്യാണം കഴിക്കില്ല, എന്നെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു തണലിന് വേണ്ടി മാത്രം ആരുടെയെങ്കിലും കീഴിൽ ഒതുങ്ങി കൂടാൻ ശ്രമിച്ചു. പക്ഷെ അതിനുപോലും ദൈവം എന്നെ അനുവദിച്ചില്ല. എന്നാൽ നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നെ ജെന്യൂനായി സ്നേഹിക്കുന്ന ഒരാളെയെങ്കിലും ദൈവം എനിക്ക് കാണിച്ചു തന്നല്ലോ. എന്നെ പിരിഞ്ഞു പോയതിനു ശേഷം നിങ്ങൾ ഉറങ്ങിയിട്ടില്ല അല്ലേ? അപ്പോഴൊക്കെ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമല്ലോ. എനിക്കതിൽ ഒരുപാട് ആനന്ദമുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവള് മെല്ലെ ചെന്ന് ഹീറോയുടെ മുഖത്ത് തൊടുക. ഇപ്രാവശ്യം അവളുടെ കൈ പരുപരുത്തല്ല, സോഫ്റ്റാണ്. ഹീറോ പറയും, അതെ, നിന്നെ പിരിഞ്ഞു പോയി കഴിഞ്ഞ് ഒരുപാട് നാൾ നിന്നെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നീ ഒരു സസ്പെക്റ്റ് അല്ലാതായി മാറുന്നില്ല. ഞാനൊരു പോലീസുകാരനും നീ ഒരു സസ്പെക്റ്റുമാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. നിന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പൊ അവള് പറയും, പിന്നെന്താ, നിങ്ങളുടെ ഒരു സസ്പെക്റ്റായിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയാണല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത്. അപ്പൊ ഹീറോ ചോദിക്കുകയാണ്, അവളെ കയ്യിലുണ്ടായിരുന്ന അപ്പൂപ്പന്റെ ഭസ്മം, ആ ഭസ്മത്തിലാണ് 4 ഫെനറ്റിൽ ഗുളിക വെച്ചിരുന്നു ഇവള് മരിക്കാൻ വേണ്ടി. എന്നാൽ ആ ഗുളിക ഇപ്പൊ കാണുന്നില്ല.
ആ ഭസ്മം ഈ മൗണ്ടെയിനിൽ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ വന്നത്. ആ ഗുളിക എവിടെയെന്ന് ചോദിക്കും. അതിനവൾ മറുപടി പറയുന്നില്ല. ഈ ഭസ്മം എനിക്ക് വേണ്ടി നിങ്ങൾ ഈ മലയിൽ വെതറാമോ എന്നവൾ ചോദിക്കുമ്പോൾ ഹീറോ അതെടുത്ത് ആ പർവ്വതത്തിൽ വെതറാണ്. എന്നാൽ ഈ സമയത്ത് പുറകീന്ന് വന്ന് അവൾ തള്ളിവിടുമോ എന്ന് നമ്മൾ ഭയക്കുന്നത് പോലെ ഹീറോയും ഭയപ്പെടുന്നുണ്ട്. പക്ഷെ അവൾ തള്ളിവിടുന്നില്ല. ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഹീറോ കഴിഞ്ഞ കേസിൽ വലിച്ചെറിയാൻ പറഞ്ഞ ഫോണില്ലേ അത് കാണിച്ചു കൊടുക്കും. ഇത് ഞാൻ വലിച്ചെറിഞ്ഞിട്ടില്ല. ആ കേസ് ആരംഭം മുതൽ ഒന്നുകൂടെ അന്വേഷിച്ച് തുടങ്ങിക്കോളൂ. എവിടെയാണോ നിങ്ങൾ തകർന്നു പോയത്, ഇല്ലാതായത്, അവിടെ നിന്ന് തുടങ്ങിക്കോളൂ. കാരണം നിങ്ങൾ തകർന്നു പോകുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം, ഡിഗ്നിറ്റി അതൊരിക്കലും ഇല്ലാതാകരുത്. പിന്നെ ഞാൻ എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത് എന്ന് ചോദിച്ചില്ലേ? ഒരുപക്ഷെ നിങ്ങൾക്കൊരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു കേസായി മാറാനാണ് ഞാൻ വന്നതെങ്കിലോ? ഇതും പറഞ്ഞ അവള് ഹീറോയ്ക്ക് ഉമ്മ കൊടുക്കുന്നു. ഹീറോ എതിർക്കുന്നില്ല. അത് കഴിഞ്ഞ് അവളെ വീട്ടിലാക്കി ഹീറോ നേരെ തന്റെ വീട്ടിലേക്ക് വരാം. പക്ഷെ അപ്പോഴേക്കും ഭാര്യ വേറെ ഏതോ ഒരു കൂട്ടുകാരനെ വിളിച്ച് അവിടെ വിട്ടു പോവാണ്. ഹീറോയുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലാടുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇതിനത്ര നിലനിൽപ്പുണ്ടാവില്ലെന്ന്. സോ സൈഡിലൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പിനെ അവൾ നേരത്തെ കരുതിയിരുന്നു. പുള്ളിക്കാരനെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പുള്ളിയുമായിട്ട് ഭാര്യ അവിടെ നിന്ന് പോവാണ്. ഇത് കണ്ട ഹീറോ ചോദിക്കും, നമ്മൾ തമ്മിൽ ഒരുപാട് ദേഷ്യമാണ്, വെറുപ്പാണെന്നൊക്കെ നിനക്കറിയാം. പക്ഷെ ആ സമയത്തും തമ്മിൽ ബന്ധപ്പെടണമെന്നാണല്ലോ നമ്മൾ സത്യം ചെയ്തിരുന്നത്. ആ സത്യം നീ മറന്നോ എന്ന് ചോദിക്കും. അതിന് ഭാര്യ ഒന്ന് വഴിമാറി തരൂ, എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇതോടെ ഹീറോ വീണ്ടും കുറച്ചുകൂടെ ഡിപ്രഷനിലേക്ക് പോകുന്നു. അവന് ഉറക്കം കിട്ടുന്നില്ല. ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുകയാണ്. അവസാനമായി ഈ കാര്യങ്ങളെല്ലാം ഹീറോ തന്റെ കാമുകി ചൈനക്കാരിയോട് പറയുന്നുണ്ട്. അവൾ ഇപ്പോഴും സസ്പെക്റ്റ് ആയതുകൊണ്ട് അവളെ വിലങ്ങിട്ട് വെച്ചിരിക്കുക. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം പുതിയ അസിസ്റ്റന്റ് പോലീസുകാരില്ലേ, അവർക്ക് ഈ ഹീറോയിൻ വലിച്ചെറിഞ്ഞ ഫോൺ കണ്ടുകിട്ടി. യാഥാർത്ഥ്യത്തിൽ ഹീറോയിൻ അത് വലിച്ചെറിയാനുണ്ടായ കാരണം ഹീറോയിന്റെ രണ്ടാം ഭർത്താവില്ലേ, പുള്ളിക്കാരൻ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെക്കോർഡിംഗ് കണ്ടുപിടിച്ചു. ആ റെക്കോർഡിങ്ങിൽ ഹീറോ ഈ ചൈന കാമുകിയോട് സംസാരിച്ച വിഷയങ്ങളാണ് അതിലുള്ളത്. അവളെ രക്ഷപ്പെടുത്തി വിടുന്നതും തന്റെ മനസ്സ് തകർന്നു പോയി എന്ന് പറഞ്ഞതുമൊക്കെ ആ റെക്കോർഡിങ്ങിലുണ്ടായിരുന്നു. ഇത് ഈ കെട്ടിയോൻ കണ്ടുപിടിച്ചു. ഇത് കാണിച്ച് അയാൾ ഹീറോയിനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അയാൾ പറയുന്നത് പോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഹീറോയുടെ ഭാര്യയ്ക്ക് ആ വോയിസ് നോട്ട് അയക്കുമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷവും അയാൾ ഹീറോയിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യല്ലേന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്താണോ പറയുന്നത്, ഏത് ക്ലൈന്റിനെയാണോ കാണാൻ പറയുന്നത്, അതുപോലെ അനുസരിക്കുമായിരുന്നു ഹീറോയിൻ. ഇത് കഴിഞ്ഞ് മറ്റൊരു കാര്യം കൂടെ ഹീറോ കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഭർത്താവിനെ കൊന്ന പൈസ ഇട്ട റൗഡിയില്ലേ, പുള്ളിക്കാരന്റെ അമ്മയെ കാണാൻ ഒരു ദിവസം ഹീറോയിൻ ചെന്നു. അമ്മയ്ക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ, മനസ്സ് വിഷമം കൊണ്ട് വന്നാണെന്നും പറഞ്ഞിട്ടാണ് ഹീറോയിൻ ആ ലേഡിയെ കാണാൻ ചെന്നു. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഫെനറ്റിൽ ആ ലേഡിക്ക് കൊടുത്ത് അവർ കൊല്ലുമായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിച്ചില്ല. ആ മകനോ ആശുപത്രിക്കാരോ കണ്ടുപിടിച്ചില്ല. ഇത് ഹീറോയിൻ ചെയ്യാനുണ്ടായ കാരണം അമ്മ മരിച്ചാൽ ഉറപ്പായിട്ടും ഇയാള് വന്ന് ആ രണ്ടാം കെട്ടിയവനെ കൊല്ലുമെന്ന് ഹീറോയിൻ അറിയാം. പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഹീറോയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ വോയിസ് നോട്ട് കാരണം അവൾക്കും സമാധാനം ഉണ്ടാവും. അതായിരുന്നു അവളുടെ പ്ലാൻ. അത് പ്ലാൻ പ്രകാരം തന്നെ നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഹീറോയിനെ കാണാനുണ്ടാവില്ല. അവൾക്കെതിരെ സോളിഡ് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ പെണ്ണ് എവിടെയോ മിസ്സിംഗ് ആണ്. അവളെ മൊബൈലിൽ ഒരു ട്രാക്കിംഗ് ആപ്പ് ഉള്ളതുകൊണ്ട് അത് മനസ്സിലാക്കി ഹീറോ അവളെ ഫോൺ ചെയ്ത് വരികയാണ്. ഞാൻ എല്ലാം മനസ്സിലാക്കി, നീയാണ് സ്ലാപ്പിയുടെ മദറെ കൊന്നത്. സ്ലാപ്പി നിന്റെ ഭർത്താവിനെയും കൊന്നു. ഈ രണ്ടുപേരും മരണപ്പെട്ടത് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാരണം. ഇനി ആ വോയിസ് നോട്ട് എവിടെയാണ്, അതെനിക്ക് കേൾക്കണം. നിന്റെ കയ്യിലുണ്ടല്ലോ, അതിൽ ഞാൻ എന്താണ് പറയണേ, എന്തുകൊണ്ടാണ് നീ അത് സൂക്ഷിച്ചിരിക്കണമെന്ന് ചോദിക്കുകയാണ് ഹീറോ. ഹീറോയിൻ കരഞ്ഞുകൊണ്ട് പറയും, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് അവസാനമായിട്ട് പറഞ്ഞ നോട്ടാണത്. എനിക്കത് കേൾക്കാൻ ഇഷ്ടമായിരുന്നു. ഞാനത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ അയാളത് കണ്ടുപിടിച്ച് നീയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പുറം ലോകത്തെ അറിയിക്കും, നിന്റെ ഭാര്യ അറിയിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അയാളത് ചെയ്യാനുള്ള ചാൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ മൊമെന്റ് നിന്റെ പ്രണയം അവസാനിച്ചു. പക്ഷെ എന്റെ പ്രണയം അവിടെയാണ് ആരംഭിച്ചത്. നിനക്ക് കിട്ടിയ ആ ഫോണില്ലേ, അത് വീണ്ടും കടലിലേക്ക് വലിച്ചെറി. അതാണ് നിനക്ക് നല്ലത്. ഇനി എന്നെ അന്വേഷിച്ച് വരണ്ടെന്നും പറഞ്ഞിട്ട് ഇവള് ഫോൺ കട്ട് ചെയ്ത് എങ്ങോട്ടോ പോകും. ഹീറോയ്ക്ക് ട്രാക്കിംഗ് ആപ്പ് ഉള്ളതുകൊണ്ട് ഹീറോ അവളെ ഫോളോ ചെയ്ത് പോവാണ്. അപ്പോഴേക്കും പെണ്ണ് ഏതോ ഒരു കടൽ തീരത്ത് ചെന്നിട്ട് കയ്യിലെ ബക്കറ്റ് കൊണ്ട് അവിടുത്തെ മണലെല്ലാം കോരാൻ തുടങ്ങുന്നുണ്ട്. എന്താണ് അവൾ ചെയ്യാൻ പോണേന്ന് മനസ്സിലായിട്ടില്ല. അധികം വൈകാതെ വേലിയേറ്റം ആരംഭിക്കാൻ പോവാ. ഹീറോ അവൾ കാർ നിർത്തി അതേ സ്ഥലത്ത് ചെന്ന് കാർ നിർത്തിയിട്ട് അവളുടെ മൊബൈൽ എടുത്ത് പരിശോധിക്കും. ഈ സമയത്ത് പെണ്ണൊരു കുഴി കുത്തി ആ കുഴിയിലേക്ക് ഇറങ്ങി നിൽക്കുക. ഇനി തിരമാല വന്ന് ആ കുഴി മൂടില്ലേ, ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ട് അവൾ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഹീറോ അവളുടെ ഫോൺ എടുത്ത് അതിലെ റെക്കോർഡിംഗ് എല്ലാം കേൾക്കുന്നു. അതിൽ അവൻ പറഞ്ഞതും അവനോട് അവൾ സംസാരിച്ചതും അവളുടെ വികാര വിചാരങ്ങളെല്ലാം പറഞ്ഞതും ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് നിന്റെ ഒരു അൺറിസോൾവ്ഡ് കേസായിട്ട് മാറാൻ വേണ്ടിയിട്ടാ. അപ്പൊ നീ എന്റെ ഫോട്ടോ ഭിത്തിയിലൊട്ടിച്ച് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാതെ എന്നെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. അവൾ പറഞ്ഞതുപോലെ തന്നെ കുഴി കുത്തി മണലിൽ കടന്ന പെണ്ണ് വേലിയേറ്റം വരുമ്പോ ഈ മണലെല്ലാം മൂടി അതിനകത്ത് പെട്ട് മരിച്ചു പോവുക. അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് മനസ്സിലാക്കിയ ഹീറോ ആ കടൽ തീരം മുഴുവൻ അവൾ അന്വേഷിച്ച് നടക്കും, അവളുടെ പേരും വിളിച്ച്. അവനിപ്പോ നിൽക്കുന്ന അവളെ മൂടിയ ആ മണലിന് മുകളിൽ തന്നെയാ.
പക്ഷെ അവനത് അറിയുന്നില്ല. അവൾ എന്നേക്കുമായി ഒരു അൺറിസോൾവ്ഡ് മിസ്റ്ററി ആയിട്ട് അവിടെ മാഞ്ഞു പോവാണ്. ഇങ്ങനെ വീണ്ടും അവളെ പേരും വിളിച്ച് ആ സന്ധ്യയ്ക്ക് കടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പോലീസിനെയും വിളിക്കുന്നുണ്ട്. പക്ഷെ ആരന്വേഷിച്ചാലും കിട്ടാൻ പാടില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് അവൾ പോയിരിക്കുന്നത്. അവിടെ വെച്ച് ഡിസിഷൻ ടു ലിവ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഇതൊരു വ്യത്യസ്തമായ സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ജോണർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൽ ആരെ കുറ്റപ്പെടുത്തണം എന്ന് എനിക്കറിയില്ല. എല്ലാ മനുഷ്യന്മാരാണ്. മനുഷ്യന്റെ വികാര വിചാര വിദൂര പ്രവർത്തനങ്ങൾ ആയിട്ടാണ് കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഇതിലാരെയാണ് തെറ്റുകാരനായിട്ടോ കാര്യമായിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ശരി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതും പറയാം. എന്തേലും ഒരു അഭിപ്രായം പറയും, അത് നല്ലതാ. അല്ലെങ്കിൽ ബെസ്കണ്ട് ചോറ് താന്ന് പറയും. തരാൻ പറ്റില്ലെങ്കിലും കേൾക്കാൻ രസമുണ്ട്. അപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.